ഗുഡ് ഈവനിങ് ടു ഓൾ. പലരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വോയിസ് ക്ലിയർ ആണ് എന്നും വിചാരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും തടസ്സമുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറയേണ്ടതാണ്. ഇപ്പൊ ക്ലാസ്സിൽ കയറിയിരിക്കുന്നവരുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ വീഡിയോയും മൈക്കും ഓഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു വിജിഷ. ഇങ്ങനെ സഡൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെയധികം ഉപകാരമായിരിക്കും. ക്ലാസ് നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു രീതിയല്ല. മുൻ ക്ലാസ്സുകളിൽ കയറിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ വളരെയധികം ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ കേരള ചരിത്രം എന്ന ടോപ്പിക്കിനെ സ്ക്രീൻ കാണുന്നില്ല. ബ്രിജിറ്റ് ഒന്ന് പിൻ ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ആർക്കെങ്കിലും കാണാത്തത് ഉണ്ട് വെച്ചെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സ്ക്രീൻ പിൻ ചെയ്യേണ്ടതാണ്. ഭാഗ്യ തടത്തിൽ എന്നുള്ളതാണ് എൻ്റെ ID. അപ്പൊ ആ ID-യിൽ ആ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് എന്ന് ബിനു പറയുന്നുണ്ട്. അപ്പൊ ബ്രിജിറ്റ് ഇനി റേഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി കയറിയാൽ ശരിയാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന നമ്മുടെ 3ാമത്തെ സെക്ഷനാണിത്. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST തുടങ്ങിയ അതുല്ല തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കേരള ചരിത്രം, കേരള പഠനം, കേരള സംസ്കാരം എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കേവലം ചോദ്യം ഉത്തരം എന്ന രീതിയിലല്ല നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ മുൻപ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം, കൃത്യമായിട്ട് ചോദ്യവും അതിന്റെ ഉത്തരവും, എന്തുകൊണ്ട് ആ ഉത്തരം വന്നു, പിന്നെ ഉത്തരത്തിന്റെ എക്സ്പ്ലനേഷൻ, മറ്റു ഓപ്ഷൻസ് പ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിൽ അവ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒപ്പം എഴുതിയെടുക്കണമെന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പിന്നീട് കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ സെക്ഷനിലും ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ ഇന്നും നമ്മൾ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇന്നും തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ ആദ്യം ചോദ്യം കാണും, പിന്നെ നമ്മൾ എല്ലാവരും ഉത്തരങ്ങൾ പറയാറാണ് പതിവ്. അപ്പൊ എല്ലാവരും ഉത്തരങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരേണ്ടതാണ് എന്ന് പറയുകയാണ്. കാരണം ആദ്യം ഒരാൾ ഉത്തരം പറഞ്ഞു, ആ ഉത്തരം ശരിയായിരിക്കാം. അപ്പൊ ആ ആള് പറഞ്ഞില്ലേ, ഇനിയിപ്പൊ ഞാൻ പറയണ്ട. അപ്പൊ അങ്ങനെയൊന്നും വിചാരിച്ച് ആരും ഇരിക്കേണ്ടതില്ല. അപ്പൊ പുതുതായിട്ട് ഇന്നത്തെ സെക്ഷനിൽ ആദ്യമായിട്ട് ഈ സെക്ഷനിൽ കയറുന്നവരുണ്ട്, അവരുടെ അറിവിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. എല്ലാവരും ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എങ്കിൽ അതും നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെ തെറ്റാണ് എങ്കിൽ എന്തുകൊണ്ട് അത് തെറ്റി എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ഒരിക്കൽ ഈ ചോദ്യം കാണുന്ന സമയത്ത് ശരിയായിട്ടുള്ള ഉത്തരം ചൂസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സീരീസിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും റെഡി അല്ലേ? ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ചാറ്റ് ബോക്സ് നന്നായിട്ട് യൂസ് ചെയ്യാട്ടോ. എല്ലാവരും റെഡിയാണ് എന്ന് ഞാൻ കരുതുന്നു. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതുല്യ, ഹനീനൊക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. നീതു ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മുൻപ് 20 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് 21 എന്ന നമ്പറിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം സംഘകാലവുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. മടലേറൽ എന്നുള്ളത് ഓപ്ഷൻ എ മധ്യകാല കേരളത്തിലെ നികുതി, ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച പീരങ്കി, ഓപ്ഷൻ സി പൊതുവഴിയിൽ നടക്കാനുള്ള സമരം, ഓപ്ഷൻ ഡി സംഘകാലത്തെ സത്യാഗ്രഹ രീതി. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു എന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ആൻസർ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ബിനു ആണ് ആദ്യം ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ ഡി സംഘകാലത്തെ സത്യാഗ്രഹ രീതി എന്നാണ് ബിനു പറഞ്ഞത്. ഹസീന, രസിത, ലക്ഷ്മി, ഹനീന, രൂപന, ബ്രിജിറ്റ്, നീതു, ഷമീമ, അന്ന മരിയ എഫ് എന്ന് പറയുന്നുണ്ട്. ഡി ആണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞത്. തെറ്റിയതാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രസീത ഓപ്ഷൻ ഡി, മനീഷ, വിജീഷ. അപ്പൊ എല്ലാവരും സ്മാർട്ടായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഓപ്ഷൻ ഡി മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഉണ്ട്? ചില ധൈര്യമായിട്ട് പറയാട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെ പേടിച്ച് മടി പിടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു ഓപ്ഷൻ ആണ് ശരി എന്ന് തോന്നുന്നത് എങ്കിൽ അത് പറയാം. ഓക്കെ, എന്നാ എനിക്ക് മനസ്സിലായി, എന്ന ഡി തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോകാം. മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്.
അതായത് സ്നേഹിക്കുന്ന യുവതി പ്രണയം നിരാകരിച്ചു കഴിഞ്ഞാൽ ആ യുവതിയുടെ വീടിന്റെ മുമ്പിലെ മടല് കൂട്ടിയിട്ട് അതിന്റെ മേലിരുന്ന് അനുഷ്ഠിക്കുന്ന സത്യാഗ്രഹത്തെയാണ് നമ്മൾ മടലേറൽ എന്ന് പറയുന്നത്. അപ്പൊ സംഘകാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് വേർഡ്സ് അവ എന്തുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ എന്തിനെയാണ് ആ രീതി അല്ലെങ്കിൽ ആ ആചാരം സൂചിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ ഒരൊറ്റ സെക്ഷനായിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇവിടെ മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ് എന്നുള്ളത് ഓർത്തു വെച്ച് പോവുക. അപ്പൊ സംഘകാലത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേട്ടറ്റ് മുതൽ HSST വരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിൽ സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ. അപ്പൊ മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്ന് എഴുതിയത്. ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്ന് എഴുതിയത്. ഓപ്ഷൻ എ ടോളമി, ഓപ്ഷൻ ബി പ്ലിനി, ഓപ്ഷൻ സി ഇബ്നു ബത്തൂത്ത, ഓപ്ഷൻ ഡി അൽബറൂണി. ഇപ്പൊ ഷംസീനെയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. അതുല്യ എല്ലാവരും ആൻസർ എ എന്നാണ് പറയുന്നത്. പ്രസീതയും ടോളമി എന്ന് പറയുന്നു. വേറെ ഏതെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ദേവിക, ബിനു ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബിനു. ഇനി ഇവരുടെ ആൻസർ പോരട്ടെ. നമ്മളിന്ന് നല്ല സ്ട്രെങ്ത് ഉണ്ട്, ധാരാളം പേര് ഇന്നത്തെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ, ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞേ. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, തെറ്റുക എന്നുള്ളത് ഒരു കുറ്റമല്ല. ഉത്തരം പറയാൻ നിങ്ങൾ ഒരു ആർജവം കാണിക്കുക എന്നുള്ളതാണ്. രൂപന ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരങ്ങൾ പോരട്ടെ. ഉത്തരങ്ങൾ പോരല്ലോ, ഇനി ഉത്തരങ്ങൾ വരാനുണ്ട്. ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ടോളമി ആയാലും ഇബ്നു ബത്തൂത്ത ആയാലും അൽബറൂണി ആയാലും എല്ലാവരും തന്നെ കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശീയരാണ്. അപ്പൊ ഇവരുടെയൊക്കെ സഞ്ചാര ചരിത്രപരമായിട്ടുള്ള കുറിപ്പുകളിൽ, യാത്രാ വിവരണങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ലെങ്കിലും ഇവരുടെ എല്ലാം കുറിപ്പുകളിൽ നിന്നാണ് കേരള ചരിത്രത്തെ കുറിച്ചിട്ടുള്ള ആദിമ രേഖകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്ന് എഴുതിയത്. HSIയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആർക്കും വേറെ ആൻസർ ഒന്നും പറയാനില്ല? ഒരുപാട് പേരുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്ലിനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി പ്ലിനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ എല്ലാവരും ഓപ്ഷൻ എ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാണ്. ടോളമിയും ഇതേ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ടോളമി പറഞ്ഞത് കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്ന് എഴുതിയത് പ്ലിനിയാണ്. അപ്പൊ ബിനു ആണ് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞത്. കൺഗ്രാചുലേഷൻസ് ബിനു. ബാക്കി ഉത്തരം പറഞ്ഞവർക്കൊക്കെ ഓപ്ഷൻ എ ആയാലും പറഞ്ഞവർക്കൊക്കെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. അപ്പൊ ഇനി തെറ്റിക്കരുത്. ചോദ്യം കൃത്യമായിട്ട് വായിച്ച് ഒന്ന് ചിന്തിച്ച് നമ്മൾ ആൻസർ ആക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണെന്ന് എഴുതിയത് പ്ലിനിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ചിരകാലം രാജ്യത്തിനോർമ്മയിൽ ഒക്ടോബർ 27 തെളിഞ്ഞു മിന്നും എന്ന പി ഭാസ്കരന്റെ കവിതയിൽ സൂചിതമാകുന്ന പ്രസിദ്ധ സമരം ഏത്? ഓപ്ഷൻ എ മേൽമുണ്ട് സമരം, ഓപ്ഷൻ ബി വിമോചന സമരം, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി കയ്യൂർ സമരം. ചിരകാലം രാജ്യത്തിനോർമ്മ ഒക്ടോബർ 27 തെളിഞ്ഞു മിന്നും. ഒക്ടോബർ 27 എന്നുള്ള ഒരു ഡേറ്റ് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം നോക്കാവുന്നതാണ്. രസിതയാണ് ആദ്യ ആൻസർ പറഞ്ഞത്. രസിത ഓപ്ഷൻ സി പറയുന്നുണ്ട്. രൂപന കയ്യൂർ സമരമാണെന്ന് പറയുന്നുണ്ട്. ഷംസീനയും പുന്നപ്ര വയലാർ സമരം. അതുല്യ, വിജിഷ, ബ്രിജിറ്റ്, നീതു, ബിനു, ലക്ഷ്മി ഒക്കെ പുന്നപ്ര വയലാർ സമരമാണെന്ന് പറയുന്നുണ്ട്. എവിടെ ബാക്കിയുള്ളവരെവിടെ? എല്ലാവരും ആൻസർ പറയട്ടെ. പ്രസീതി ഒന്നും ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ. അന്ന മരിയ, ഹനൈന, അതുല്യ എല്ലാവരും ആൻസർ പറഞ്ഞേ. ചിലപ്പോ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഒക്ടോബർ 27 പ്രാധാന്യം അറിയുന്ന ഒരാൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്നും കൂടി ഉഷാറായിട്ട് ആൻസർ പറയേണ്ടതാണ്.
അപ്പോ ഭൂരിഭാഗം പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം എന്നാണ്. അത് തന്നെയാണോ ആൻസർ? ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് പറയാനുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇനി തെറ്റിക്കരുത്. ഏതാണോ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ ഒക്ടോബർ 27 എന്നുള്ള ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ചിരകാലം രാജ്യത്തിന് ഓർമ്മയിൽ ഒക്ടോബർ 27 തെളിഞ്ഞു മിന്നും എന്ന പി ഭാസ്കരന്റെ കവിതയിൽ സൂചിതമാകുന്ന പ്രസിദ്ധ സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ ആരെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ്. അപ്പൊ നോക്കൂ, ഇതിലെ പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആ രണ്ട് സമരങ്ങളും നമ്മൾ ഇപ്പൊ ഒന്ന് മാറ്റി നിർത്തുകയാണ്. ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കൂ, മേൽമുണ്ട് സമരവും വിമോചന സമരവും. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ചിട്ടും കയ്യൂർ സമരത്തെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് വിമോചന സമരത്തെ പറ്റിയിട്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. HSC തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ സബ്ജക്റ്റിനെ മുൻനിർത്തിയിട്ടും ജനറൽ പേപ്പറിനെ മുൻനിർത്തിയിട്ടും വിമോചന സമരത്തെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സെറ്റ് എക്സാമിനും വിമോചന സമരത്തെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നെറ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെതിരായി 1959 ആരംഭിച്ച രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു വിമോചന സമരം. അപ്പൊ എന്താണ് വിമോചന സമരം എന്നതിനെ പറ്റിയിട്ട് ഇനി ആർക്കും ഡൗട്ട് വേണ്ട. ഇയറും ഏതാണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. സ്പീഡിൽ എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെതിരെയായിട്ട് 1959 ആരംഭിച്ച രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു വിമോചന സമരം. വിമോചന സമരത്തിന് കാരണമായിട്ടുള്ള പ്രധാന സംഭവം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമവും പുതിയ വിദ്യാഭ്യാസ നയവുമായിരുന്നു. അപ്പൊ അന്ന് നിലവിലുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ഭൂപരിഷ്കരണ നിയമവും പുതിയ വിദ്യാഭ്യാസ നയവുമായിരുന്നു ഇതിന് കാരണമായത്. വിമോചന സമരം നടന്ന വർഷം വീണ്ടും എടുത്തു പറയുകയാണ്, കാരണം സമരങ്ങളും അവയുടെ വർഷങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ മുൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇനി ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. വിമോചന സമരം നടന്ന വർഷം 1959 ആണ്. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് HSCക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, HSSCക്ക് വന്നിട്ടുണ്ട്. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. നോട്ട് ചെയ്യേണ്ടതാണ്. വിമോചന സമരം എന്നുള്ള വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഇനി വിമോചന സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? വിമോചന സമരം നടന്നത്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ നമ്മുടെ HSST എഴുതുന്നവരാരെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് ഈ ഗ്രൂപ്പിൽ ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പോഴത്തെ ഈ ലൈവ് സെക്ഷനിൽ ഉണ്ട് വെച്ചെങ്കിൽ അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. HSSCയുടെ ജനറൽ പേപ്പറിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. HSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ തൊട്ടുമുമ്പത്തെ സെക്ഷനിലെ, തൊട്ടുമുമ്പത്തെ ക്ലാസ്സിലെ മന്നത്ത് പത്മനാഭൻ ജയിച്ച മറ്റൊരു ജാഥയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതേതാണ്? ഒന്ന് വേഗത്തിൽ പറഞ്ഞേ. തൊട്ടുമുമ്പത്തെ സെക്ഷനിലെ മന്നത്ത് പത്മനാഭൻ ജയിച്ച മറ്റൊരു ജാഥയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആരുമില്ലേ? ആരും ഉത്തരം പറയുന്നില്ലല്ലോ. ഏതാണ് ആ ജാഥ? ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് സവർണ ജാഥ എന്നുള്ളത്. വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? എല്ലാവരും മറന്നുപോയോ? വെറുതെ ക്ലാസ് കേട്ടിരിക്കരുത്. അനീതിയും സവർണ ജാഥ എന്ന് തന്നെ പറയുന്നുണ്ട്. കൃത്യമായി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് നോട്ട് എഴുതി പഠിക്കേണ്ടതാണ്. ശരിയാണ്. അപ്പൊ സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പരസ്പരം കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? സവർണ ജാഥ, യെസ്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും ഉത്തരം പറയാനായിട്ട് ശ്രമിക്കണം. കൺഗ്രാജുലേഷൻ ലക്ഷ്മി ആൻഡ് നീതു. അപ്പോ വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ അടുത്ത ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കണം. വിമോചന സമര കാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം തലശ്ശേരിയാണ്.
അങ്ങനെ ഒരു പോയിന്റ് കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അത് പലപ്പോഴും പല രീതിയിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടറുകളായിട്ട് പരീക്ഷ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ തലശ്ശേരി എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. വിമോചന സമര നടത്തിപ്പിനായി ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ക്രിസ്റ്റഫേഴ്സ്. ഇത് PSCക്ക് സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. വിമോചന സമര നടത്തിപ്പിനായി ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ക്രിസ്റ്റഫേഴ്സ്. ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം അല്ലെങ്കിൽ ഡേറ്റ് ആണ് 1959 ജൂലൈ 31. അപ്പൊ ചോദിക്കട്ടെ, കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ അധികാരത്തിലേറ്റ വർഷം ഏതാണ്? ജനാധിപത്യ രീതിയിലെ കേരളത്തിലെ ആദ്യത്തെ ഒന്നാം മന്ത്രിസഭ അധികാരത്തിലേറ്റ വർഷം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാമോ ഒന്നാം മന്ത്രിസഭ? ജസ്റ്റ് ഗസ് ചെയ്യാണെങ്കിലും പറഞ്ഞോളൂ. 1959 പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അധികാരത്തിലേറ്റ വർഷം ഏതാണ്? യെസ്, പ്രസീതയും അസ്നയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് 1957. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊരു പരീക്ഷയ്ക്കും ജനറൽ പേപ്പർ എന്നുള്ള ഒരു ഫാക്ടർ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടി പാസ്സായാൽ മാത്രമാണ് ഓവറോൾ നമുക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആരതിയും അഖിലയും അന്നയും ഒക്കെ പറയുന്നുണ്ട് 1957 എന്നുള്ളത്. ഇപ്പൊ 1957 ഏപ്രിൽ 1 മന്ത്രിസഭ അധികാരത്തിലെത്തിയത്. അപ്പൊ മറ്റൊരു ചോദ്യം, ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ജനകീയ മന്ത്രിസഭയിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? കേട്ടറ്റിനൊക്കെ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. യെസ്, അസ്നയും ആരതിയും എല്ലാവരും പറയുന്നുണ്ട് EMS നമ്പൂതിരിപ്പാടാണ്. പിന്നെ അപ്പൊ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31 ഈ മന്ത്രിസഭ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. തുടർന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പുറത്താക്കിയിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദ പ്രകാരമാണ് ഈ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറി കേരളം. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദം എന്തുമായി ബന്ധപ്പെടുന്നു? 356 അനുച്ഛേദം എന്തുമായിട്ട് ബന്ധപ്പെടുന്നതാണ്? സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 356. അപ്പൊ സബ്ജക്ട് പേപ്പറിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത് പേപ്പറും? ജനറൽ പേപ്പർ എന്നുള്ളത്. അപ്പൊ കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSST തുടങ്ങിയവയുടെയൊക്കെ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറിനെ, HSSTയുടെ മലയാളം സബ്ജക്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ HSA മലയാളം ഒക്കെ നമുക്കുണ്ട്. അപ്പൊ കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSST തുടങ്ങിയവയുടെയൊക്കെ ജനറൽ പേപ്പറിന്റെ കോഴ്സ് I+ലെ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ടുകൾ, വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റുകളും മൊഡ്യൂളുകളും കഴിയും തോറും മോക്ക് ടെസ്റ്റുകൾ, മെഗാ ടെസ്റ്റ്, മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സുകളാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെടുന്ന ധാരാളം ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള മോക്ക് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പൊ ആവശ്യമുള്ളവരുണ്ട്, കോഴ്സ് എടുത്തിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ കൃത്യമായിട്ട് മോക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. അപ്പൊ വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഒക്കെ അനന്തര ഫലമായിട്ടാണ് മന്ത്രിസഭയെ പിരിച്ചു വിടുന്നത്. വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മൊഹൈൻസിന്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ്. ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. HSST സൈക്കോളജിയിലോ സോഷ്യോളജിയിലോ ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അടക്കം നമ്മൾ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മൊഹൈൻസിന്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്നുള്ളത്. നമ്മൾ ഇതുമായി, വിമോചന സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ സബ്ജക്ട് പേപ്പറിന്റെ ഒപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ജനറൽ പേപ്പറും എന്നുള്ള കാര്യം ഓർക്കുക.
അപ്പൊ നമ്മള് വിമോചന സമരം നോക്കി, അടുത്തത് കയ്യൂർ സമരമാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, കാവുമ്പായി സമരം ഒക്കെ കേരളത്തിലെ കാർഷിക സമരങ്ങളാണ്, കാർഷിക പ്രക്ഷോഭങ്ങളാണ്. അപ്പൊ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തിന്റെ ഇയർ ഓർത്ത് വെക്കുക, 1941 കയ്യൂർ സമരം. പിന്നെ ഇതിനെ തുടർന്ന് 1946 ഒരുപാട് സമരങ്ങൾ നടക്കുകയുണ്ടായി. കരിവെള്ളൂർ സമരം, കാവുമ്പായി സമരം, പുന്നപ്ര വയലാർ സമരം ഒക്കെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ് കയ്യൂർ സമരം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കർഷകർ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കർഷക സംഘാംഗങ്ങൾക്കെതിരെ പോലീസ് നടത്തുന്ന അറസ്റ്റിലും പീഡനത്തിലും പ്രതിഷേധിച്ച് 1941 മാർച്ച് 28 കയ്യൂരിൽ പ്രക്ഷോഭം നടത്തിയ കർഷകർ സുബ്ബരായർ എന്ന പോലീസുകാരനുമായിട്ട് ഏറ്റുമുട്ടി. അപ്പൊ കയ്യൂർ സമരം എന്നുള്ളത് നടന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. നടന്ന ഡേറ്റ് ഏതാണ്? 1941 മാർച്ച് 28. അപ്പൊ സുബ്ബരായൻ എന്നുള്ള പോലീസുകാരനുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നത് കയ്യൂർ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആദ്യകാല ചോദ്യപേപ്പറുകളിലൊക്കെ വർഷം തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. കയ്യൂർ സമരവുമായി ബന്ധപ്പെടുന്ന പ്രസ്താവനകൾ നമുക്കൊരു 4-5 പ്രസ്താവനകൾ തന്നിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ എയും ബിയും ശരി, എ മാത്രം ശരി, സിയും ഡിയും എയും ശരി, അത്തരത്തിലുള്ള ഓപ്ഷൻസ് വരും. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിവ് വേണം. അപ്പൊ സുബ്ബരായൻ എന്നുള്ള പോലീസുകാരൻ കയ്യൂർ സമരവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ പ്രക്ഷോഭ സമരം നടത്തിയവരെല്ലാം തന്നെ സുബ്ബരായൻ എന്ന പോലീസുകാരനുമായിട്ട് ഏറ്റുമുട്ടി. സുബ്ബരായൻ പുഴയിലേക്ക് എടുത്തു ചാടുകയും മുങ്ങി മരിക്കുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് കയ്യൂർ ഗ്രാമത്തിൽ പോലീസുകാരുടെ ഭീകരവാഴ്ച നടമാടി. കയ്യൂർ സമരത്തെ തുടർന്നിട്ട് 61ഓളം പേരെ പോലീസ് പിടിയിലായി. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റുകൾ ഓർത്ത് വെക്കണം. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. ഇനി ഇത് നടന്ന വർഷം ഏതാണ്? ഇയർ ഡേറ്റ് ഏതാണ്? 1941 മാർച്ച് 28. ഇതുമായി ബന്ധപ്പെടുന്ന ഒരു പോലീസുകാരന്റെ പേര് സുബ്ബരായൻ എന്നുള്ളതാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വരും എന്ന് തോന്നുന്നു എങ്കിലും പക്ഷെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കയ്യൂർ സമരത്തിലെ പോലീസുകാര് ഭീകരമായിട്ട് പ്രക്ഷോഭം നടത്തിയ അല്ലെങ്കിൽ സമരം നടത്തിയവരുമായിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. കയ്യൂരിലെ കർഷക സംഘാംഗങ്ങൾ ജന്മിത്വത്തിനെതിരെയായി നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ്. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കയ്യൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഹോസ്ദുർഗ് ആണ്. കയ്യൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ് ആണ്. 2016 മാർച്ചിൽ 75ാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവമാണ് കയ്യൂർ സമരം. ഇതൊരൊട്ടം ചോദ്യം വന്നിട്ടുള്ളതാണ്. എന്തായിരുന്നു ചോദ്യം? 2016 മാർച്ചിലെ 75ാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവം കൂടിയാണ് ഏത്? ചരിത്ര സംഭവം കൂടിയാണ് ഏത്? ഏതാണെന്ന് നമുക്ക് പറഞ്ഞേ? കയ്യൂർ സമരം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി പ്രക്ഷോഭകരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയും മുങ്ങി മരിക്കുകയും ചെയ്ത പോലീസുകാരനാണ് സുബ്ബരായൻ. പ്രക്ഷോഭകരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയും മുങ്ങി മരിക്കുകയും ചെയ്ത പോലീസുകാരനാണ് സുബ്ബരായൻ. അപ്പൊ അടുത്ത ചില പോയിന്റുകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇനി ഏതെങ്കിലും സ്ലൈഡ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം വീണ്ടും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലവട്ടം പരീക്ഷയ്ക്ക് സെറ്റിനും നെറ്റിനും കാറ്ററ്റിനും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. കയ്യൂർ സമരം ആസ്പദമാക്കി കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് ആര്? കയ്യൂർ സമരം ആസ്പദമാക്കി കയ്യൂരും കരിവെള്ളൂരും എന്നുള്ള കൃതി രചിച്ചത് ആരാണ്? AV കുഞ്ഞമ്പു ആണ്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്? കയ്യൂർ സമരമാണ്. അപ്പൊ ഇതൊക്കെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ വീണ്ടും ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല. ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണ്. ഇനി കയ്യൂർ പ്രക്ഷോഭം ഏത് നദീതീരത്താണ് നടന്നത്? ഇത് HSIയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കയ്യൂർ പ്രക്ഷോഭം ഏത് നദീതീരത്താണ് നടന്നത്? കരിയങ്കോട് നദി. കരിയങ്കോട് നദി.
അപ്പൊ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു ആണ്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്? കയ്യൂർ സമരം. അപ്പൊ മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയതാണ്. അത് സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്ന് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചോദ്യത്തിലെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണവ? വിമോചന സമരവും കയ്യൂർ സമരവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത് ആര്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത് ആര്? ഓപ്ഷൻ എ ആയില്യം തിരുനാൾ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ എന്നാണ്. ഒന്ന് തിരുത്തണേ, ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിയതാണ്. ഓപ്ഷൻ സി ഉമയമ്മ റാണി, ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ. ആൻസർ പോരട്ടെ. ചിലര് ഉമയമ്മ റാണി എന്ന് പറയുന്നുണ്ട്. ഉമയമ്മ റാണി എന്നാണ് കേട്ടോ. അവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള എററാണെന്ന് തോന്നുന്നു. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയോ ഓപ്ഷൻ സിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഉമയമ്മ റാണിയും ഉത്രം തിരുനാളും എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് കൂടുതൽ പേര് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പേരാണല്ലോ ആൻസർ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരും ഒന്ന് ആൻസർ പറഞ്ഞേ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഒരിക്കൽ തെറ്റിയത് ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളത് ഒരിക്കലും മറക്കില്ല. ഷിജി ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നുണ്ട്. ഉമയമ്മ റാണിയാണ് എന്നാണ് പറയുന്നത്. ഇനി വേറെ ആൻസർ പോരട്ടെ, ഉത്തരങ്ങൾ പോരട്ടെ. ഇനി ആരും ആൻസർ പറയാനില്ലേ? ആർക്കെങ്കിലും ആയില്യം തിരുനാളാണ്, സ്വാതി തിരുനാളാണ്, അല്ലെങ്കിൽ ഉമയമ്മ റാണിയാണ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടോ? പിന്നെ ആർക്കും ആൻസർ തെറ്റണ്ട. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത് ആരാണ്? ഉത്രം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത് ആരാണ്? ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം ചെയ്തത്. ഇതുമായി ബന്ധപ്പെടുന്ന പ്രക്ഷോഭം ഏതാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം നടത്തി. അപ്പൊ ഇതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രക്ഷോഭം ഉണ്ട്, കേരള ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പ്രക്ഷോഭം. ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് ചാന്നാർ ലഹള എന്നുള്ളത്. മേൽമുണ്ട് സമരം എന്നും പറയുന്നുണ്ട്. ശരിയാണ്. മാറുമറക്കൽ സമരം, മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരൊറ്റ സമരം തന്നെയാണ്. ഇനി ആർക്കും തെറ്റണ്ട. അപ്പൊ ഈ മാറുമറക്കൽ കലാപം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നോക്കൂ, താഴെ പറയുന്നവയിൽ ഗോത്ര കലാപം അല്ലാത്തത് ഏത്? ഗോത്രം എന്നുള്ള വാക്കാണ്. സമൂഹം, സമുദായം എന്നുള്ളതൊന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗോത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. രസിതയും നീനുവും ഹനൈനയും അന്നയും ലക്ഷ്മിയും ഒക്കെ ആൻസർ പറയുന്നുണ്ട്. ബ്രിജിറ്റ്, ഐശ്വര്യ, ഇനിയും ആൻസർ പറയാനുണ്ടല്ലോ. പ്രസീത, ഷിജി, സജീവൻ ഒക്കെ ആൻസർ പറയുന്നുണ്ട്. രൂപൻ ആൻസർ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന ആൻസർ ഒന്നാണ്, ചാന്നാർ ലഹളയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസില് നിൽപ്പു സമരവും പനവള്ളി പ്രക്ഷോഭവും മുത്തങ്ങ പ്രക്ഷോഭവും എന്തുമായി ബന്ധപ്പെടുന്നതാണ്? ഗോത്ര കലാപങ്ങൾ തന്നെയാണ്. അതില് ചാന്നാർ ലഹള എന്നുള്ളത് ഗോത്രവുമായി ബന്ധപ്പെടുന്നത് അല്ല. അപ്പൊ എന്താണ് ചാന്നാർ പ്രക്ഷോഭം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ്. സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായ ചാന്നാർ പ്രക്ഷോഭം തെക്കൻ തിരുവിതാംകൂറിലാണ് നടന്നത്. അപ്പൊ ഇത് നടന്നത് എവിടെയാണ്? തെക്കൻ തിരുവിതാംകൂറിലാണ്. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുണ്ടായിരുന്ന അവകാശം ആദ്യം ഉണ്ടായിരുന്നില്ല. കേണൽ മൺറോ, അപ്പൊ ചാന്നാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുന്ന അധികാരിയാണ്, ദേശീയമായിട്ടുള്ള അധികാരിയാണ് കേണൽ മൺറോ. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. ദിവാനായിരിക്കെ ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി.
അപ്പൊ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ, പരിവർത്തനം ചെയ്തപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക്, അതായത് ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാം, മാറുമറച്ചുകൊണ്ട് മേൽമുണ്ട് ധരിക്കാം എന്നിങ്ങനെയുള്ള ഒരു ഉത്തരവ് കേണൽ മൺറോ നൽകുകയുണ്ടായി. മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മാത്രം അവകാശം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ സർക്കാർ പ്രസ്തുത അവകാശം ഹിന്ദു ചാന്നാർ സ്ത്രീകൾക്ക് നിഷേധിച്ചത് കൂടുതൽ ലഹളകൾക്കിടയാക്കി. അപ്പൊ മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകളുണ്ട്, അവർ മേൽമുണ്ട് ധരിച്ച് നടന്നു. പക്ഷെ അതല്ലാതെയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇത് പ്രക്ഷോഭങ്ങൾക്കിടയാക്കി. അപ്പൊ കൺവേർട്ടഡ് അല്ലാത്ത ഹിന്ദു ചാന്നാർ സ്ത്രീകള് സമൂഹത്തിലെ മേലെ മറച്ചുകൊണ്ട്, മറച്ചുകൊണ്ട് മുണ്ടുടുത്ത് നടന്നപ്പോൾ അത് സവർണ വിഭാഗത്തിലുള്ളവർക്ക് അവരെ പ്രക്ഷുബ്ധരാക്കുകയും പിന്നീട് അത് ലഹളയ്ക്ക് ഇടയാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നിട്ടാണ് എന്ത് നടന്നത്? ചാന്നാർ പ്രക്ഷോഭം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം നടന്നത്. എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റ് ധരിക്കാനും പരുപരുത്ത തുണി കൊണ്ടുള്ള മേൽമുണ്ട് ധരിക്കാനും അനുവാദം നൽകിക്കൊണ്ട് 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്, അതായത് എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് പലവട്ടം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് കൺവേർട്ടഡ് ആയവർക്കും അല്ലാത്തവർക്കൊക്കെ മേൽമുണ്ട് ധരിക്കാം എന്ന രീതിയിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത്. മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ സമരം മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, വേറൊരു വേർഡ് നമുക്ക് കിട്ടിയേക്കാണ്, നോട്ട് ചെയ്യണം. മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകൾ കൂടി ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ മാറുമറയ്ക്കൽ സമരം എന്ന പേരുണ്ട്, ചാന്നാർ ലഹള എന്ന പേരുണ്ട്, അതുപോലെ തന്നെ മേൽമുണ്ട് സമരം എന്ന പേരുണ്ട്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിൽ കൂടി ചരിത്രത്തിൽ ഇടപിടിച്ചിട്ടുള്ള പ്രക്ഷോഭമാണ് ചാന്നാർ പ്രക്ഷോഭം എന്നുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ഇതിൽ തന്നെ ആദ്യം ചാന്നാർ ലഹള മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു കലാപമായിരുന്നു. അതായത് 3 സന്ദർഭങ്ങളിൽ, 3 രീതികളിൽ, 3 വർഷങ്ങളിലായിട്ട് ഇത് നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ആദ്യവും ഇത്തരത്തിലെ മേൽമുണ്ട് ധരിക്കാൻ അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് സമരം നടന്നിരുന്നു. അത് നടന്നത് 1822 പിന്നീട് നമ്മൾ എല്ലാവരും എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഡേറ്റ് 1859 എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഡേറ്റ് നമ്മുടെ ഓപ്ഷൻസിൽ കണ്ടില്ലേ, ക്ഷമിക്കണം, ഈ ഇയർ നമ്മുടെ ഓപ്ഷൻസിൽ കണ്ടില്ല എങ്കിൽ 1822 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വെച്ചാൽ നമ്മൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് വർഷമാണ് 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നാണ്. ഇത് ഒരു വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് മേൽമുണ്ട് സമരം എന്നുള്ള ആ ആൻസർ മാത്രം ഇവിടെ സൂചിപ്പിച്ചത്. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് HSI ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ എല്ലാവർക്കും ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെടുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. താലി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം ആരംഭിച്ച രാജാവ്? ഓപ്ഷൻ എ മങ്ങാട്ടച്ചൻ, ഓപ്ഷൻ ബി മാനവിക്രമൻ നമ്പൂതിരി, ഓപ്ഷൻ സി മാനവേദ നമ്പൂതിരി, ഓപ്ഷൻ ഡി ഉദയവർമ്മൻ നമ്പൂതിരി. ആൻസർ പോരട്ടെ. രൂപന ഓപ്ഷൻ സി മാനവേദ നമ്പൂതിരി എന്ന് പറയുന്നുണ്ട്. വിജിഷയും ഓപ്ഷൻ സി ആണ് പറയുന്നത്. ബാക്കി ആരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്?
ഐശ്വര്യ ഓപ്ഷൻ സി പറയുന്നുണ്ട്. മനീഷയും ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നു. ശ്രീഷ്മ ഓപ്ഷൻ സി. അന്ന. നീതു ഓപ്ഷൻ ബി പറയുന്നുണ്ട്. മാനവിക്രമൻ നമ്പൂതിരിയാണെന്ന് നീതു പറയുന്നുണ്ട്. ബ്രിജിറ്റ് ഓപ്ഷൻ സി. ഷിജി, ദേവിക, ആരതി. ഓപ്ഷൻ ഡി വിഷ്ണു. വിഷ്ണു വന്നു. വിഷ്ണുവിനൊന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. മാനവേദനാണ് എന്നാണ് വിഷ്ണു പറയുന്നത്. ലക്ഷ്മി ഓപ്ഷൻ സി പറയുന്നുണ്ട്. നമുക്കൊക്കെ ഡൗട്ട് പലപ്പോഴും വരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷാലറ്റ് ഉദയവർമ്മൻ നമ്പൂതിരിയാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേട്ടറ്റിനും സെറ്റിനും ഒരുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും പരിചിതരായിട്ടുള്ള കുറച്ച് രാജാക്കന്മാരുടെ പേരും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. വിഷ്ണു ഓപ്ഷൻ ബി ആണെന്ന് മാറ്റി പറയുന്നുണ്ട്. രണ്ട് വിഷ്ണു ഒന്നല്ലേ? ഓക്കെ, വിഷ്ണു ഓപ്ഷൻ ബി ആണ്. വീണ്ടും ചിന്തിച്ചപ്പോൾ ഓപ്ഷൻ ബി ആണെന്ന് തോന്നി, അതുകൊണ്ടായിരിക്കാം മാനവിക്രമൻ നമ്പൂതിരി എന്ന് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസർ? മങ്ങാട്ടച്ഛനല്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്, ആരും അത് പറഞ്ഞിട്ടില്ല. നമുക്ക് ആൻസർ നോക്കാട്ടോ. ഇനി ആരും തെറ്റിക്കരുതേ. ടിൻസിയും ഓപ്ഷൻ ബി പറയുന്നുണ്ട്. വിഷ്ണു മാനവിക്രമൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ആരും തെറ്റിക്കണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടും പലരും തെറ്റിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഈ മാന വെച്ചിട്ട് തുടങ്ങുന്നത് കൊണ്ടായിരിക്കാം ഒരു കൺഫ്യൂഷൻ വരുന്നത്. തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം ആരംഭിച്ചത് മാനവിക്രമൻ നമ്പൂതിരിയാണ്. മാനവിക്രമൻ നമ്പൂതിരിയാണ് തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം ആരംഭിച്ച രാജാവ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ രേവതി പട്ടത്താനത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. മാനവേദനും മാനവിക്രമനും ഒരുമിച്ച് വന്നത് കൊണ്ടാണ് ഈ വിഭാഗം പേര് ഓപ്ഷൻ സി ആണ് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോ ഓപ്ഷൻ ഡി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ആരും തെറ്റിക്കണ്ട. ഓപ്ഷൻ ബി മാനവിക്രമൻ നമ്പൂതിരി. വീണ്ടും രേവതി പട്ടത്താനവുമായി ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തതും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എന്ന് അതുല്യ പറയുന്നുണ്ട്. എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ഒന്ന് പറയണേ. അല്ലെങ്കിൽ അതുല്യ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറാനോ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കാനോ ശ്രമിക്കണം. അപ്പൊ രേവതി പട്ടത്താനം നടന്ന പ്രദേശം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ കടവല്ലൂർ, ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ, ഓപ്ഷൻ സി ഗുരുവായൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. വിജിഷ, ലിൻഷി, രൂപന, ഐശ്വര്യ. ഓക്കെ ആണ് എന്നും ക്ലിയർ ആണെന്ന് രൂപനി അന്നിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കണേ. വിഷ്ണു കോഴിക്കോടാണെന്ന് പറയുന്നു. നീതുവും ബ്രിജിറ്റും ഹസീനയും ഒക്കെ പറയുന്നുണ്ട്. വിഷ്ണു വോയിസ് ഇല്ല, ബ്രേക്ക് ഇല്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓപ്ഷൻ ഡി എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഓപ്ഷൻ ഡിയുടെ കൂടെ പോവുകയാണ്. രേവതി പട്ടത്താനം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും രേവതി പട്ടത്താനവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പരീക്ഷക പേപ്പറുകളിലും കേട്ടറ്റ് കാറ്റഗറി 2-നെ സംബന്ധിച്ചാണെങ്കിലും 3-നെ സംബന്ധിച്ചാണെങ്കിലും സെറ്റ് പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിലും ബാക്കി HSA, നെറ്റ്, HSSലൊക്കെ ചോദ്യം കണ്ടിട്ടുണ്ട്. രേവതി പട്ടത്താനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ രേവതി പട്ടത്താനം നടന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓപ്ഷൻ ഡി കോഴിക്കോട് എന്നുള്ളത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ ഇത് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം ഏതാ? രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പേരെന്താ? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പേര് തളി ക്ഷേത്രം. ഓക്കെ, ബ്രിജിറ്റ് തളിയിൽ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും മറുപടി? വേറെ ഏതെങ്കിലും ക്ഷേത്രമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തളി യെസ്, തളിപ്പറമ്പ് തളി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, തളിയിൽ ക്ഷേത്രത്തിലാണ് നടന്നത്. അപ്പൊ രേവതി പട്ടത്താനം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് രേവതി പട്ടത്താനത്തെ കുറിച്ചിട്ട് ഒന്ന് നോക്കുകയാണ്. പണ്ഡിതന്മാരായ നമ്പൂതിരിമാർക്ക് നൽകുന്ന സമ്മാനമാണ് താനം എന്ന ദാനം. അപ്പൊ ദാനം എന്ന പദത്തിന്റെ മറ്റൊരു രൂപമാണ് താനം എന്നുള്ളത്. പണ്ഡിതന്മാരായ നമ്പൂതിരിമാർക്ക് നൽകുന്ന സമ്മാനം. അപ്പൊ താനം എന്ന് അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പണ്ഡിതന്മാരായ നമ്പൂതിരിമാർക്ക് നൽകുന്ന സമ്മാനമാണ്. എല്ലാവർക്കും നൽകുന്നതല്ല, നമ്പൂതിരി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നൽകുന്നതാണ് എന്ത്? സ്ഥാനം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെയും അറിവിലൂടെയും നേടുന്ന വിദ്യകളുണ്ട്. കർമ്മത്തിലൂടെ നേടുന്ന വിദ്യകളുണ്ട്, അറിവിലൂടെ നേടുന്ന വിദ്യകളുണ്ട്. പട്ടത്താനം എന്നുള്ളത് അറിവിലൂടെ നേടുന്നതാണ്. പട്ടത്താനം എന്നുള്ളത് അറിവിലൂടെ നേടുന്നതാണ്.
ഇപ്പോഴും മലയാളത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടത്താനം നൽകുന്ന രീതി ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ. സ്കൂൾ ഓറിയന്റഡ് ആയിട്ട് +2 100-ൽ 100 മാർക്ക് നൽകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നൽകുന്ന രീതി ഇപ്പോഴും ഉണ്ട്. അപ്പൊ പട്ടത്താനം എന്നുള്ളത് അറിവിലൂടെ നേടുന്നതാണ്. കർമ്മിത്താനം എന്നുള്ളത് കർമ്മത്തിലൂടെ നേടുന്ന ഇതാണ്. കർമ്മിത്താനം എന്നുള്ള പദവി കർമ്മത്തിലൂടെ നേടുന്നതാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ നോക്കി ചോദ്യമായിട്ട് വരാവുന്നതാണ്. തളിയിൽ താനം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നിട്ടുണ്ട്. തളിയിൽ താനം എന്നുള്ളത് എന്താണ്? രേവതി പട്ടത്താനത്തിന്റെ മറ്റൊരു പേരാണ് തളിയിൽ താനം. തളി ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പേര് വന്നത്. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് പട്ടത്താനം എന്നുള്ള പോയിന്റ് കൂടി വിഷ്ണു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ, കൊല്ലം ജില്ലയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു വിഷ്ണു. അപ്പൊ തളിയിൽ താനം എന്നുള്ളത് രേവതി പട്ടത്താനത്തിന്റെ മറ്റൊരു പേര് കൂടിയാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര നാൾ വരെയുള്ള 7 ദിവസം സാമൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന വിദ്വൽ സദസ്സായിരുന്നു രേവതി പട്ടത്താനം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ, ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോഴിക്കോട് തളിയിൽ ക്ഷേത്രം. അപ്പൊ രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോടാണ്. ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത്? തളി ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. എല്ലാ വർഷവും തുലാമാസത്തിലാണ് നടക്കുന്നത്. എന്നു മുതൽ എന്ന് വരെ? തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര നാൾ വരെയുള്ള 7 ദിവസം ആരുടെ നേതൃത്വത്തിൽ? സാമൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന വിദ്വൽ സദസ്സായിരുന്നു രേവതി പട്ടത്താനം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരൊറ്റ പോയിന്റിൽ ഉൾപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞു. മത്സരത്തിൽ വിജയിക്കുന്ന പണ്ഡിതനെ സാമൂതിരി നൽകിയിരുന്ന പദവിയായിരുന്നു ഭട്ടസ്ഥാനം. അപ്പൊ ഈ ഭട്ടസ്ഥാനം എന്നുള്ളത് ലോപിച്ചാണ് പട്ടത്താനമായി മാറിയത്. പ്രഭാകരം, കൗമാരിലം, വ്യാകരണം, വേദാന്തം എന്നിങ്ങനെ 4 വിഷയങ്ങളിലാണ് വളരെ കടുപ്പമേറിയ ഈ ശാസ്ത്ര പരീക്ഷ നടത്തിയിരുന്നത്. പ്രഭാകരം, കൗമാരിലം, വ്യാകരണം, വേദാന്തം എന്നിങ്ങനെ 4 വിഷയങ്ങളിലാണ് കടുപ്പമേറിയ ഈ ശാസ്ത്ര പരീക്ഷ നടത്തിയിരുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെടുന്നതാണ്? രേവതി പട്ടത്താനവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ മാനവിക്രമൻ നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ നോക്കണം. രേവതി പട്ടത്താനം മാത്രം നോക്കിയാൽ പോരാ, മാനവിക്രമൻ നമ്പൂതിരിയെ കുറിച്ച് കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ കൂടി ചേർത്തിരിക്കുകയാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം ആരംഭിച്ച രാജാവാണ് മാനവിക്രമൻ നമ്പൂതിരി. അനർഘരാഘവം എന്ന നാടകം രചിച്ച സാമൂതിരി രാജാവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് വരാവുന്നതാണ്. അനർഘരാഘവം എന്ന നാടകം രചിച്ച സാമൂതിരി രാജാവാണ് മാനവിക്രമൻ നമ്പൂതിരി. വിക്രമീയ എന്ന കൃതി രചിച്ച സാമൂതിരി രാജാവാണ്. അപ്പൊ ഇദ്ദേഹം വിക്രമീയ എന്ന കൃതിയും രചിച്ചിട്ടുണ്ട്. 18 കവികൾ മാനവിക്രമന്റെ സദസ്സിനെയാണ് അംഗീകരിച്ചിരുന്നത്. അപ്പൊ മാനവിക്രമന്റെ സദസ്സിലെ 18 കവികളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ അരക്കവി എന്നറിയപ്പെട്ടത് ആരാ? അരക്കവി 18 കവി. യെസ്, വെരി ഗുഡ്. പുനൻ നമ്പൂതിരിയാണ്. യെസ്, ഒരുപാട് പേര് പറയുന്നുണ്ട് പുനൻ നമ്പൂതിരിയാണ്. അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. I+ന്റെ എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവൈലബിൾ ആണ്. ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടും സബ്ജക്ട് പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പൊ രേവതി പട്ടത്താനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാനവിക്രമൻ നമ്പൂതിരിയെ പറ്റിയിട്ട്, സാമൂതിരിയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അടുത്ത ചോദ്യം പിടിച്ചോ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഗാന്ധിജി എത്ര വട്ടം സന്ദർശിച്ചിട്ടുണ്ട്, ഏതൊക്കെ വർഷത്തിലങ്ങളിലാണ് വന്നത് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. 1920 എന്നാണ്. ഒരു 5 തവണ വന്നു എന്ന് വിഷ്ണു കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാവരും ഓപ്ഷൻ എ 1920 എന്നതാണ് പറയുന്നത്. ഞാൻ ഓപ്ഷൻസ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞു. കാരണം ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കൂട്ടത്തില് ആർക്കെങ്കിലും 26ഓളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയാത്തതുണ്ട് വെച്ചെങ്കിൽ അവർക്ക് കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ഇത് ഉൾപ്പെടുത്തിയത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1920 ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും മറുപടി പറയാനുണ്ടോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ? 1918 ഉണ്ട്, 24 ഉണ്ട്, 30 ഉണ്ട്.
ഓക്കെ, 1924 എന്ന വർഷവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സത്യാഗ്രഹം പഠിച്ചിരുന്നു. അതേതാണ്? പഠിച്ചാൽ മാത്രം പോരല്ല, ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചതൊക്കെ ഓർക്കും കൂടിയും വേണ്ടേ. 1924 ബന്ധപ്പെട്ടിട്ട് ആരോ പറഞ്ഞു ആൻസർ, ഞാൻ കേട്ടില്ല. യെസ്, വൈക്കം. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈക്കം, ലക്ഷ്മി, നീതു, ഐശ്വര്യ, അതുല്യ, ധന്യ, ആരതി, എല്ലാവരും പറയുന്നത് ശരിയാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പൊ 1930 1930 30-31 കാലഘട്ടത്തിലെ 1930-31 കാലഘട്ടത്തിലോ സത്യാഗ്രഹം വിജിഷ പറഞ്ഞത് ക്ലിയർ ആയില്ല. യെസ് യെസ്, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ വിജിഷ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ലക്ഷ്മിയും പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന്. ഇതേ ഒരുവിധം എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം വന്നിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തില് നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് ഗുരുവായൂരാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1930-31 കാലഘട്ടത്തിലാണ് നടന്നത്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതായിരുന്നു? 1920. എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ നിങ്ങൾ ആരും തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1920 ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലത്ത് 1920, ഇത് ശ്രദ്ധിക്കണേ, 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലായി 5 തവണ കേരളത്തിലെ ഗാന്ധിജി എത്തിയിരുന്നു. സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് സമുദായ നേതാക്കൾ മുതൽ തൊഴിലാളികൾ വരെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പൊ ഗാന്ധിജി, താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വർഷങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ HSC തുടങ്ങിയ പേപ്പറുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പലരും അത് എഴുതുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൂടി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. 1920, 1925, 27, 34, 37 ഈ 5 വർഷങ്ങളിലായിട്ടാണ് ഗാന്ധിജി വന്നത്. 1920 ആദ്യം വന്നത്, 1937 അവസാനം വന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം പോവാണ് കേട്ടോ. എന്താ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2018 ശേഷം നടന്ന നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ചേരുംപടി ചേർക്കലാണ്. ഇത് നമ്മുടെ ഈ വയലാർ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാലഗണന പ്രകാരം എഴുതുക എന്നുള്ളതുണ്ട്. നമ്മൾ എല്ലാതും ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഒരേ പാറ്റേണിൽ വരുന്നതായതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഇത് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ സമരവുമായി ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാം. ഇവിടെ നോക്കൂ, ചേരുംപടി ചേർക്കുക എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ടായാലും ആൻസർ പറഞ്ഞാൽ മതി. പുന്നപ്ര വയലാർ സമരത്തിന്റെ 4 വഴികൾ ചേരുംപടി ചേർക്കുക. സർ CP അമേരിക്കൻ മോഡൽ പ്രഖ്യാപിക്കുന്നു. ആലപ്പുഴയിലെ തൊഴിലാളികൾ പണിമുടക്കുന്നു. പുന്നപ്രയിലെ തൊഴിലാളികളും പോലീസുകളും ഏറ്റുമുട്ടുന്നു. പട്ടാളം വയലാറിലെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് വളയുന്നു. 3 മണിക്കൂറിലേറെ നീണ്ട വെടിവെയ്പ് നടത്തുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാത്തിന്റെ ആൻസർ കിട്ടിയില്ല എങ്കിൽ A എന്നത് പട്ടിക 2 എന്തുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് ആക്കിയാലും മതി. ആൻസർ പറയുന്നുണ്ടോ? ഗസ് ചെയ്യാട്ടോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ ഇയറും നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല. ചിലര് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചത് ഓർത്തെടുക്കുന്നുണ്ടാവും. അപ്പൊ വിഷ്ണു ഫൈനൽ ആയിട്ട് ഓപ്ഷൻ A ആണ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എയുടെ കോഡുകളാണ് ശരി എന്ന് അതുല്യയും പറയുന്നുണ്ട്, ലിൻഷിയും പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മൾ എല്ലാതും നോക്കണം, എല്ലാ ഓപ്ഷൻസും ശ്രദ്ധിച്ച് നോക്കണം. ഊഹാണെന്ന് വിഷ്ണു പറയുന്നുണ്ട്. ഓക്കെ വിഷ്ണു, ശരി, യാതൊരു കുഴപ്പമില്ല. നമുക്ക് എല്ലാ ഡേറ്റും ഓർത്ത് വെക്കാൻ പറ്റണമെന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഗസ് അടിക്കാമെന്ന്. അതുല്യ വീണ്ടും ആൻസർ, അതുല്യ നേരത്തെ ആൻസർ പറഞ്ഞതാണോ? അതുല്യ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അതുല്യക്ക് തോന്നുന്നു ഓപ്ഷൻ B ആണെന്ന്. അതായത് കോഡുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരതി ഓപ്ഷൻ B ആണ് എന്ന് പറയുന്നുണ്ട്. ദേവികയും ഓപ്ഷൻ B, അതായത് A4, B1, C5, D2 എന്നുള്ള ഓപ്ഷൻ B കോഡാണ് ശരി എന്ന് പറയുന്നുണ്ട്. അന്ന മരിയ, രൂപന ഒക്കെ ഓപ്ഷൻ ബിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നീതു വീണ്ടും ഓപ്ഷൻ A തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കത് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, സമകാലികമായിട്ടുള്ള പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷാ പേപ്പറുകളുടെ മട്ടും മാതിരി ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് എല്ലാ ഇയറും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഫുൾ ടൈപ്പ് ചെയ്യണമെന്നില്ല. ഡി എന്നുള്ളത് പട്ടിക 2-ലെ ഏത് നമ്പറുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് ഇട്ടാലും മതി. നമ്മൾ ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. അത് ഒരു വട്ടം കൂടി നമ്മുടെ മനസ്സിൽ പതുകയാണ്, ഒരിക്കലും മറന്നു പോകാത്ത വിധത്തില്. ഐശ്വര്യ ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐശ്വര്യ ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട്. വിജീഷ ഓപ്ഷൻ ബി. ടിൻസി ഓപ്ഷൻ സി ആണ് പറയുന്നത്. A3 B5 C4 D1. ഓക്കെ ടിൻസി, നമുക്ക് നോക്കാം ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ബ്രിജിറ്റ് ഓപ്ഷൻ ചിക്കിങ് എന്നുള്ള ഐഡി ബ്രിജിറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ബ്രിജിറ്റ് ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രിജിറ്റ്. ഇനി അടുത്തത് കഴിഞ്ഞോ? ഉത്തരം കഴിഞ്ഞോ? ഇത്ര പേരെ പറയുന്നുള്ളൂ. തെറ്റിയാലും കുഴപ്പമില്ല. ABCD എന്നുള്ള ഓപ്ഷൻസിൽ ഏതാണ് എന്ന് ഒന്ന് ഗസ് ചെയ്ത് പറ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മട്ടും മാതിരിയൊക്കെ മാറുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ തന്നെ ഇത്തരത്തിൽ ഡീപ്പായിട്ട് പലപ്പോഴും പോകുന്നുണ്ട് എന്നത് കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തിയത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സർ CP അമേരിക്കൻ മോഡൽ പ്രഖ്യാപിക്കുന്നു. അമേരിക്കൻ മോഡൽ സർ CP അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ സർ CP അമേരിക്കൻ മോഡൽ പ്രഖ്യാപിക്കുന്നു. 1946 ജനുവരിയിലാണ്. കൃത്യമായിട്ട് ഡേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടില്ല, നമുക്കത് ലഭ്യമല്ല. അതുകൊണ്ടാണ് 1946 ജനുവരി എന്ന് തന്നെ പറഞ്ഞത്. സർ CP അമേരിക്കൻ മോഡൽ പ്രഖ്യാപിക്കുന്നു. ലഭ്യമല്ല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗൈഡുകളായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഇൻഡീപ്പായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇയർ കിട്ടുകയാണ് വെച്ചാൽ നമ്മുടെ എന്തായാലും നമ്മുടെ ലളിത മലയാളം എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ആലപ്പുഴയിലെ തൊഴിലാളികൾ പണിമുടക്കുന്നു 1946 സെപ്റ്റംബർ 24. ഓക്കെ, ജനുവരി 47 ആയിട്ട് ചിന്തിച്ചു പോയി വിഷ്ണു. ഓക്കെ, കുഴപ്പമില്ല. പുന്നപ്പറയിലെ തൊഴിലാളികളും പോലീസുകാരും ഏറ്റുമുട്ടിയത് 1946 ഒക്ടോബർ 24. പട്ടാളം വയലാറിലെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് വളയുന്നു. 100 മണിക്കൂറിലേറെ നീണ്ട വെടിവെപ്പ്. നോക്കൂ, 1946 ഒക്ടോബർ 27 ഈ ഡേറ്റ് ആണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ആ ഒരു ഒറ്റ ഓപ്ഷൻ അറിയുന്ന ഒരാൾക്ക് ഇത് മൊത്തം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നോക്കി, നിങ്ങള് ഓപ്ഷൻ ബിയിൽ മാത്രല്ലേ D2 എന്ന് കാണുന്നുള്ളൂ. അത്തരത്തിൽ ചിന്തിച്ചിട്ട് ആരെങ്കിലും ആൻസർ പറഞ്ഞിരുന്നോ? അതെ അതുല്യ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ് അതുല്യ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഞാൻ മാത്രം ഒരാൾ സംസാരിക്കുന്ന ക്ലാസ് അല്ല ഇത്. നിങ്ങൾക്ക് പറയാവുന്നതൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുല്യ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം അതൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതിൽ നമ്മൾ അത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഇയറുകൾ എല്ലാവർക്കും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സർ CP അമേരിക്കൻ മോഡൽ പ്രഖ്യാപിക്കുന്നു. എന്നാണ് പ്രഖ്യാപിക്കുന്നത്? 1946 ജനുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. ആലപ്പുഴയിലെ തൊഴിലാളികൾ പണിമുടക്കുന്നത് 1946 സെപ്റ്റംബർ 24. പുന്നപ്പറയിലെ തൊഴിലാളികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഏത് ഡേറ്റിലാണ്? 1946 ഒക്ടോബർ 24. പട്ടാളം വയലാറിലെ പുന്നപ്ര ക്യാമ്പ് വളയുകയും 3 മണിക്കൂറിലേറെ നീണ്ട വെടിവെപ്പ് നടത്തുകയും ചെയ്യുന്നു. അത് 1946 ഒക്ടോബർ 27. ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. ഈ ഡേറ്റുകൾ നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. പരമാവധി നമ്മൾ പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പുന്നപ്ര വയലാർ സമരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ അതുമായി വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും തെരഞ്ഞുപിടിച്ച് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും അതേ തുടർന്ന് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവും പുന്നപ്ര വയലാർ സമരത്തിലാണ് കലാശിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടുകൂടി തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നതോടുകൂടി തന്നെ അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം എന്നുള്ളത്, അതായത് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണം നടപ്പാക്കുന്നത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിക്കുകയും സർ CP രാമസ്വാമി അയ്യരുടെ
ഈ പരിഷ്കാരത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. 1946 സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്, ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ ശക്തമായിട്ട് എതിർത്തു. അപ്പൊ എല്ലാ പാർട്ടിയും ഒരുപോലെ എതിർത്തിട്ടുണ്ട് ഈ ഒരു ഇതിനെ. 1946 സെപ്റ്റംബർ 24 ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി. ഇതോടെ ഒക്ടോബർ 1 ദിവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ട്രേഡ് യൂണിയനുകളെയും നിരോധിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി പുന്നപ്ര, വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരാനുകൂലികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടി. വെടിവെപ്പിന്റെ ഫലമായിട്ട് അനവധി പേർ കൊല്ലപ്പെട്ടു. ഈ ദുരന്ത വാർത്ത രാജ്യം മുഴുവൻ പ്രചരിച്ചതോടെ പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു. നമ്മൾ ആ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കൃത്യമായിട്ട് ഇയറും ഡേറ്റും കാണിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ പ്രതിഷേധിച്ച സമരം കൂടിയാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണം വിഭാവനം ചെയ്ത ദിവാൻ CP രാമസ്വാമി അയ്യർ. അപ്പോ തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണം വിഭാവനം ചെയ്ത ദിവാനാണ് ആരെ? CP രാമസ്വാമി അയ്യർ. ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. പല ചോദ്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഒരു റിപ്പീറ്റേഷൻ തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയും തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, അതിൽ ചൂണ്ടിക്കാണിച്ച പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. വർഷം ഏതാണ്? 1946. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. അപ്പൊ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K ശങ്കരനാരായണൻ തമ്പി, CK കുമാരപ്പണിക്കർ, TV തോമസ്, പത്രോസ്, സുഗതൻ എന്നീ വ്യക്തികളാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത്. ഒരു വട്ടം വന്നിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഉൾപ്പെടുത്തിയത്. PSCയുമായി ബന്ധപ്പെടുന്ന മറ്റ് എക്സാമുകൾ എഴുതുന്നവരും ഉണ്ടാകാം. ഓക്കെ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ, CP രാമസ്വാമി അയ്യർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഇത് HSSന്റെ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. തുലാം 10 സമരം. ഇനി ആരും തെറ്റിക്കരുത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം ആണ്. നെറ്റ് പരീക്ഷയ്ക്കും സെറ്റ് പരീക്ഷയ്ക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കുകയാണ്. പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എഴുതപ്പെട്ട കൃതികളാണ് ഉഷ്ണരാശി, തലയോട്, ഉലക്ക, വയലാർ ഗർജിക്കുന്നു, പതാക. ഇവയൊക്കെ തന്നെ പുന്നപ്ര വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കി എഴുതിയ കൃതികളാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ പുന്നപ്ര വയലാർ പ്രക്ഷോഭവും പശ്ചാത്തലമാക്കി എഴുതപ്പെട്ടിട്ടുള്ള കൃതികൾ, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആരെഴുതിയതാണ് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. കുറെ ഓപ്ഷൻസിന്റെ ഇടയിൽ ഒരെണ്ണമായിരിക്കും ശരി. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഉഷ്ണരാശി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെടുന്നതാണ്. അത് എഴുതിയത് KV മോഹൻകുമാർ ആണ്. തലയോട് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നെറ്റിന്റെ പേപ്പറിലെ പഴയ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നെറ്റിന്റെ പേപ്പറിലൊക്കെ റിപ്പീറ്റേഷൻ കുറച്ച് കൂടുതലായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത 6-7 ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ റിപ്പീറ്റേഷൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ റിപ്പീറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഉലക്ക P കേശവദേവന്റെ നോവലാണ്. തലയോടും നോവലാണ്. വയലാർ ഗർജിക്കുന്നു P ഭാസ്കരന്റെ കവിതയാണ്. പതാക ആരുടേതാണ്? K സുരേന്ദ്രന്റെയാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരുമിച്ചിട്ട് ഒരു സ്ലൈഡ് ആക്കിയിട്ട് പ്രസന്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് സെറ്റിനും നെറ്റിനും ആണ്, ഈ പരീക്ഷകൾക്കാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ സെക്ഷന്റെ അവസാന ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും കിട്ടും. വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. വേഗം ഉത്തരം പറഞ്ഞ, ക്ലാസ്സിലുള്ള എല്ലാവരും ഉത്തരം പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻ B. ഓപ്ഷൻ D എന്ന് ബ്രിജിറ്റ് പറയുന്നുണ്ട്. ടൈപ്പ് ചെയ്യാട്ടോ നിങ്ങൾക്ക്. ഓപ്ഷൻ D എന്നാണോ?
KP കറുപ്പൻ എന്നാണോ പറഞ്ഞേ? ഓപ്ഷൻ ബി. ബി എന്നായിരിക്കും. ബി. ഓക്കെ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടേ. ഫസ്ന ആദ്യം പറഞ്ഞു, വിഷ്ണു അയ്യങ്കാളി, ഹസീന. നോക്കട്ടെ. ഫസ്ന ഓപ്ഷൻ ബി അയ്യങ്കാളി എന്ന് പറഞ്ഞു. വിഷ്ണുവും ഹസീന സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപന ഓപ്ഷൻ ബി. രസിത ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീഷ്മ ഒക്കെ ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ലക്ഷ്മി, ഐശ്വര്യ, വിജിഷ, ഷാലറ്റ്, ഹരിത, ശ്രീഷ്മ, ടിൻസി, ആരതി, രസിത. സ്ഥിരമായിട്ട് ഓക്കെ ഹസീനക്ക് തെറ്റിയതാണ് എനിക്ക് തോന്നിയത്. ഡോണ. ഇനിയും ആൻസർ പറയാൻ ഒരുപാട് പേര് ബാക്കിയുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആയതുകൊണ്ടാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പൊ വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം ഇമ്പോർട്ടന്റ് ആണ്. 1893 ഇത് നടക്കുന്നത്. ഇയർ പഠിച്ചു വെക്കണം. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. മാച്ച് ദി ഫോളോയിങ് ഒക്കെ വരും. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി. ഈ പ്രയോഗമൊക്കെ ഇന്ന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ്. പക്ഷെ നമ്മുടെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ തന്നെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഉൾപ്പെടുത്തിയത്. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി അതിശക്തമായി പൊരുതിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ അക്കാലത്ത് പിന്നോക്ക വിഭാഗക്കാർക്ക് അനുവാദമില്ലായിരുന്നു. അപ്പൊ പിന്നോക്ക വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം, കൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, അയിത്തം എന്നീ വാക്കുകളൊക്കെ പലപ്പോഴും നമ്മൾ ചരിത്രകൃതികളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വിലക്കിനെ നിഷേധിച്ചുകൊണ്ട്, ഏത് വിലക്കിനെ? വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ പിന്നോക്ക വിഭാഗം എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തിന് അനുവാദമില്ലായിരുന്നു, വിലക്കായിരുന്നു. ആ വിലക്കിനെ നിഷേധിച്ചുകൊണ്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ. അപ്പൊ വില്ലുവണ്ടി സമരം യാത്ര എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ വില്ലുവണ്ടിയിലെ യാത്ര ചെയ്തു. സവർണ ആധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു 1893 അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി യാത്ര. 1893 വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയായിരുന്നു. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് വില്ലുവണ്ടി യാത്ര നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടന്നത് 1893 താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായിട്ട് 1893 അയ്യങ്കാളി നടത്തിയ സമരം, വില്ലുവണ്ടി സമരം. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കോർത്ത് വെച്ചിരിക്കുകയാണ്. വില്ലുവണ്ടി, പുലയവണ്ടി യാത്ര എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം, തിരുവനന്തപുരം വരെയാണ് നടത്തിയത്. അപ്പൊ ഇതുമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 മിനിറ്റ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും സ്ലൈഡ് ആർക്കെങ്കിലും കാണേണ്ടതായിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണണം എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ സ്ലൈഡ്. ഓക്കെ വിഷ്ണു, ഞാൻ ഒന്ന് ആദ്യം ലൈറ്റ് ആയിട്ട് കയറിയവർക്ക് വേണ്ടിയിട്ട് കാണിക്കാം. മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ആൻസർ പറയുന്ന സ്ലൈഡ് എടുത്താൽ മതി. മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം മുസരീസ് ആണ് എന്ന് പറഞ്ഞത് പ്ലിനിയാണ്. താങ്ക് യു സോ മച്ച് മിസ് എന്ന് രൂപന പറയുന്നുണ്ട്. ഉപകാരപ്രദമായി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ ചാറ്റ് ബോക്സിൽ പറയാട്ടോ. 23ാമത്തെ ചോദ്യമായിരുന്നു ഇത്. ചിരകാലം രാജ്യത്തിന് ഓർമ്മയിൽ ഒക്ടോബർ 27 തെളിഞ്ഞു മുന്നും. ഈ വരി ആരുടെയാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കണം. പി ഭാസ്കരന്റെയാണ്. ഇത് ഏത് സമരവുമായി ബന്ധപ്പെടുന്നതാണ്? പുന്നപ്ര സമരവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ അതിലെ ആ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഒന്നാണ് വിമോചന സമരം. അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കയ്യൂർ സമരം. താങ്ക് യു ലിംഷി. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. വിജിഷ സൂപ്പർ ക്ലാസ് ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു വിജിഷ ഫോർ യുവർ കമന്റ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് ചേർത്തേക്കുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. സൂപ്പർ ക്ലാസ് ആണെന്ന് പറയുന്നുണ്ട്. 24ാമത്തെ ചോദ്യം.
ചിത്രം തിരുനാൾ, ചാന്നാർ ലഹള. ഇനി ഏതെങ്കിലും സ്ലൈഡ് ആർക്കെങ്കിലും കാണിക്കണോ? ദേവിക നല്ല ക്ലാസ് ആണെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. താങ്ക് യു ദേവിക. ഓക്കെ, ഇനി ആർക്കെങ്കിലും സ്ലൈഡ് ഏതെങ്കിലും വേണമെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്യണേ, അല്ലെങ്കിൽ മൈക്കോണൊക്കെ ഒന്ന് പറയണേ. താങ്ക് യു ആരതി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പറയുന്നു. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു ഷാലറ്റ്. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാമോ? ആ പുതിയ രീതിയിൽ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടതല്ലേ ലക്ഷ്മി? അതെ അതെ അതെ. ഓക്കെ ലക്ഷ്മി, സ്ലൈഡ്. താങ്ക് യു മിസ്. മിസ്സേ, കേരള ചരിത്രം കംപ്ലീറ്റ് തീർത്തിട്ടല്ലേ അടുത്ത പോർഷനിലോട്ട് പോകുള്ളൂ? യെസ്, അതെ. നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. നമുക്ക് ആ സംഘകാലത്തെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിന് കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ട്. സംഘകാല സാഹിത്യമല്ല, സംഘകാല ജീവിത രീതിയും സംസ്കാരവും. ഇപ്പൊ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള പത്രമാസികൾ, നാടകങ്ങൾ, നാടോടി വിജ്ഞാനീയത്തിലേക്കൊക്കെ നമ്മൾ കടക്കും. ഓക്കെ, പെട്ടെഞ്ചായി. അപ്പൊ ഇന്നത്തെ ക്ലാസ്, അടുത്ത ക്ലാസ് എന്നാണ് എന്നുള്ളത് നിങ്ങളെ ബ്രോഡ്കാസ്റ്റ് ആണ് ചെയ്യുന്നത് വഴി നിങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വഴിയും നിങ്ങൾക്ക് കിട്ടും. മിസ്, സെറ്റ് ജൂലൈ കാണില്ലേ? അപ്പം അതിന് മുന്നോടിയായിട്ട് ഇതുപോലെ ക്ലാസ് കിട്ടുമോ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ കേട്ടറ്റ് പരീക്ഷ മാറ്റിയിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സെറ്റ് പരീക്ഷ അപേക്ഷിക്കാനുള്ള തീയതി മെയ് 10-ാം തീയതിക്ക് ഇന്ന് വൈകിട്ടാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. അതും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലെ iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ വിഷ്ണു, ഇനി മുതൽ നമ്മൾ തലേദിവസം തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കും, നാളെ ക്ലാസ് ഉണ്ടാകും എന്ന് അറിയിക്കും. ഓക്കെ വിഷ്ണു, നമ്മൾ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നി വിഷ്ണു ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഇനി നമ്മൾ ലിങ്ക് ക്ലാസ് നേരത്തെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ വിഷ്ണു, അപ്പൊ താങ്ക് യു സോ മച്ച്.